ഹരേ കൃഷ്ണ. രാധേ രാധേ സുഹൃത്തുക്കളെ. ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ച ഒരു കാര്യം നിങ്ങളുടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിൽ. അത് നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പം. അതായത് അന്ന് ഞാൻ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തോടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരു വേറെ മതത്തിലുള്ള ഒരു കൂട്ടുകാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതായത് നിങ്ങൾ കൃഷ്ണ കൃഷ്ണ കൃഷ്ണൻ ഭഗവാനാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നു, പൂജിക്കുന്നു. പക്ഷേ ഈ കൃഷ്ണന് 16,108 ഭാര്യമാരുണ്ടായിരുന്നു. അത് കൂടാതെ കുറേ ഗോപികമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനത്തെ ഭഗവാനാണ്, ഇത് എങ്ങനത്തെ മാതൃകയാണ് നിങ്ങൾക്ക് അദ്ദേഹം നൽകുന്നത്, എങ്ങനത്തെ ഉദാഹരണമാണ്? അപ്പോൾ മനുഷ്യർ ചിന്തിക്കില്ലേ, കൃഷ്ണൻ അത്രയും ആവാമെങ്കിൽ നമുക്കും കുറച്ചൊക്കെ ആവാം, ഒരു ഭാര്യയിൽ എന്തിനാണ് നിർത്തുന്നത്, കുറച്ച് നമുക്കും ആവാം ബന്ധങ്ങളൊക്കെ. അപ്പോൾ ഇത് എങ്ങനത്തെ ഭഗവാനാണ് നിങ്ങളുടെ? അങ്ങനെയാണ് ചോദ്യം ചോദിച്ചത്. അപ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അപ്പം വന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ അങ്ങനെയല്ലെങ്കിൽ പിന്നെ നമ്മളുടെ കൂട്ട് സാധാരണയാണോ? അത് ഭഗവാനാണ്, അസാധാരണയാണ്, അചിന്ത്യമാണ്. അതുകൊണ്ട് അങ്ങനെയാണ്, അസാധാരണയായ കാര്യങ്ങൾ ചെയ്യുന്നു. അതുമാത്രമല്ല, ശാസ്ത്രം പറയുന്നു ഭഗവാനെ അനുകരിക്കാൻ പാടില്ല, അനുസരിക്കാൻ മാത്രമേ പാടുള്ളൂ. ഡോണ്ട് ഇമിറ്റേറ്റ് ഗോഡ്, ഓൺലി ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻസ്. എന്താ, ഇമിറ്റേറ്റ് ചെയ്യാൻ പോയാൽ, കോപ്പി ചെയ്യാൻ പോയാൽ, അനുകരിക്കാൻ പോയാൽ മൂക്കും കുത്തി വീഴത്തേ ഉള്ളൂ. ഒന്നാമത് അസാധ്യമാണ്, സാധ്യമേ അല്ല. പക്ഷെ എന്നാലും ഇതൊരു മാന്യമായ ചോദ്യമാണ്. പല ഹൈന്ദവ മതത്തിലുള്ള പലർക്കും തന്നെ ഈ ഒരു സംശയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവർക്ക് നമുക്ക് 2 രീതിയിൽ ഉത്തരം നൽകാം. അപ്പോൾ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ സംശയം ചോദിക്കുന്നവരോട് തിരിച്ചങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അതുവഴി നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം ആദ്യത്തെ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അങ്ങനത്തെ അതേ രീതിയിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുമോ കൃഷ്ണനെ? അതായത് അത്രയും കല്യാണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? അത് സാധ്യമാണോ? നമുക്ക് അറിയാം, ഒരു ഭാര്യയെ തന്നെ പരിപാലിക്കാൻ ഈ ലോകത്ത് വളരെയധികം സംഘർഷിക്കേണ്ടി വരുന്നു. എനിക്ക് അറിയാവുന്ന പലരും 30-35 വർഷമായിട്ട് മരുഭൂമിയിൽ പോയി ജോലി ചെയ്യുവാണ്. ചിലർ ഭൂമിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു, ചിലർ പല അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നു. ഒരു കുടുംബത്തിനെ നോക്കുന്ന കാര്യം അത്ര എളുപ്പമാണോ? ഒരിക്കലുമല്ല. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് വലിയൊരു സംഘർഷം തന്നെയാണ്. പക്ഷേ ഭഗവാന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അങ്ങനെ സംഘർഷിക്കുന്നോ ഭഗവാൻ? നമ്മൾ ശാസ്ത്രം വഴി മനസ്സിലാക്കുന്നു, ഭഗവാൻ ഈ മൊത്തം പ്രപഞ്ചം തന്നെ, അഖണ്ഡകോടി ബ്രഹ്മാണ്ടങ്ങൾ നിമിഷങ്ങളിൽ ഒരു സംഘർഷവും ഇല്ലാതെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിലുള്ളപ്പോൾ നമുക്ക് കാണിച്ചു തന്നു. ദ്വാരകാ നഗരി ഒരു രാത്രിയിലാണ് ഭഗവാൻ സൃഷ്ടിച്ചത്. എന്നിട്ട് അതിൽ ഈ ഓരോ ഭാര്യമാർക്കും 16,108 കെട്ടിടങ്ങൾ, വിശാലമായ കെട്ടിടങ്ങൾ, രത്നങ്ങളും കൊണ്ട് അണിഞ്ഞ് വലിയ മനോഹരമായ കെട്ടിടങ്ങൾ കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? 16,108 വിസ്തരിച്ചു. അതായത് ഒരേ ഒരു കൃഷ്ണൻ 16,108 മാറി. ഇതിൻ്റെ വളരെ മനോഹരമായ വിവരണം ഭാഗവതത്തിലുണ്ട്. നാരദമുനി ഭഗവാന്റെ ദർശനം എടുക്കാൻ വേണ്ടി ദ്വാരകയിൽ പോകുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ ഭഗവാന്റെ വിലാസങ്ങൾ കാണുവാണ്. ഒരു കെട്ടിടത്തിൽ നോക്കുമ്പോൾ ഭഗവാൻ രാവിലത്തെ ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നു. മറ്റൊരു കെട്ടിടത്തിൽ അതേ സമയം നോക്കിയപ്പോൾ ഭഗവാൻ കുട്ടികളോട് കളിക്കുവാണ്. മൂന്നാമത്തെ ഇടത്ത് നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ സന്ധ്യാനാമങ്ങളും ബ്രാഹ്മണരെ സൽക്കരിക്കുകയും അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നു. ഒരേ സമയത്ത് ഇങ്ങനെ ഭഗവാൻ വ്യത്യസ്തമായ ക്രിയകൾ ചെയ്യുന്നു. അതുമാത്രമല്ല അതിൻ്റെ രസം, ഈ ഓരോ കെട്ടിടത്തിലും അവിടുത്തെ രാജ്ഞി വിചാരിക്കുന്നത് ഭഗവാൻ എൻ്റെ കൂടെ മാത്രമാണ്, വേറെ എവിടെ ഇല്ലെന്ന് ഉള്ള ഒരു ധാരണയിലാണ്. അതുമാത്രമല്ല, ഓരോ കെട്ടിടത്തിലും വ്യത്യസ്തമായ സമയമാണ്. ഇപ്പോൾ ഒരറ്റത്ത് കെട്ടിടത്തിൽ പകൽ അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ, എന്നാൽ മറ്റേ അറ്റത്ത് കെട്ടിടത്തിൽ സന്ധ്യാസമയം ആയി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നാരദൻ്റെ തല കറങ്ങി. എന്നിട്ട് തല ചുറ്റി കറങ്ങിയിട്ട് നാരദ, കൃഷ്ണ കൃഷ്ണ, അദ്ദേഹത്തിൻ്റെ വിലാസങ്ങൾ അത്ഭുതം തന്നെ എന്ന് പറഞ്ഞിട്ട് നാരദൻ അവിടെ നിന്ന് പറന്നു പോയി. പിന്നെ അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഭഗവാൻ ഭൂമിയിലുള്ളപ്പോൾ വേറെ പല കാര്യങ്ങളും ചെയ്തു. അതായത് വാ തുറന്ന് യശോദാമായിക്ക് മൊത്തം ബ്രഹ്മാണ്ടങ്ങൾ, അഖണ്ഡകോട്ടി ബ്രഹ്മാണ്ടങ്ങൾ ആ ചെറിയ വായിക്കകത്ത് കാണിച്ചു. അതെങ്ങനെ സാധ്യമാണ്? ഒരു വായിക്കകത്ത് ഇത്രയും ബ്രഹ്മാണ്ടങ്ങൾ, കോട്ടി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള അങ്ങനത്തെ അത് അസാധ്യമല്ലേ? പക്ഷേ ഭഗവാനെ സംബന്ധിച്ച് ടൈം ആൻഡ് സ്പേസ്, സമയവും അന്തരീക്ഷവും എല്ലാം, എല്ലാം ഭഗവാന്റെ കളിപ്പാട്ടങ്ങളാണ്. ഇതിനെ ഏത് രീതിയിലും ഭഗവാന് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മളുടെ സങ്കല്പത്തിൻ്റെ അപ്പുറമാണ്.
അതേമാതിരി അർജുനന് ഭഗവാന്റെ ശരീരത്തിൽ ഭഗവാൻ 33 ദേവതകൾ കാണിച്ചു. അതായത് ബ്രഹ്മ, ശിവൻ, ഇന്ദ്രൻ, വായു, വരുണൻ, അങ്ങനെ ഗണപതി, അങ്ങനെ എല്ലാ ദേവതകളെയും കാണിച്ചു. കോട്ടി ബ്രഹ്മാണ്ടങ്ങളെ കാണിച്ചു. ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യകാലം എല്ലാം കാണിച്ചു. സൃഷ്ടി മുതൽ സംഹാരം വരെ എല്ലാം കാണിച്ചു. ഇത് ചരിത്രത്തിൽ, ആരുടെയും ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതായിട്ട് എവിടെയും വിവരിക്കുന്നില്ല. ഏതൊരു മതഗ്രന്ഥമായിക്കോട്ടെ, എടുത്തോളൂ, ഏതൊരു ദേവതയും വേറൊരു ഋഷിവര്യനോ ദേവതയോ ഇങ്ങനെ ചെയ്തതായിട്ട് വർണ്ണിക്കുന്നേ ഇല്ല. എവിടെയും അതിൻ്റെ ഒരു സൂചന ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കും സാധ്യമല്ല. ഇത് സ്വയം സൃഷ്ടാവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ വിശ്വരൂപം എന്ന് പറഞ്ഞ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം ഇതും ചോദിക്കാം. ഭഗവാൻ വെറും 6-ാം വയസ്സിൽ ഇത്രയും വലിയൊരു മല, അതായത് 7 കോഷ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. 7 കോഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം 21 കിലോമീറ്റർ വീതി വരും. അത്രയും വീതിയുള്ള ആ വിശാലമായ ഗോവർദ്ധന പർവ്വതത്തിന് 7 ദിവസവും 7 രാത്രിയും ഭഗവാന്റെ ചെറുവിരലിൽ അങ്ങനെ തൂക്കി നിർത്തിയല്ലേ. നമുക്ക് 7 മണിക്കൂർ വെറുതെ ഒന്നും ഇല്ലാതെ തന്നെ ഒരിടത്ത് നിൽക്കാൻ പറ്റുമോ? പിന്നെ അതേപോലെ തന്നെ ഭഗവാൻ ചെറുപ്രായം മുതലേ, ഒരു 2-ാം മാസം ആയപ്പം മുതലേ എത്രയോ ശക്തികളും സിദ്ധികളും ഒക്കെ ഉള്ള അസുരന്മാരെ നിസ്സാരമായിട്ട് നിഗ്രഹിച്ചു. അത് നമുക്ക് സാധ്യമാണോ? തീർച്ചയായിട്ടും അല്ല. ഭഗവാൻ ചെറിയ കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും ഭഗവാൻ സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. പിന്നെ ഈ ഗോവർദ്ധന പർവ്വതം പൊക്കിയതിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് അത് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ, ചെറിയൊരു സാമ്പിളാണ്. ഭഗവാൻ ഈ ഭാരം ഇല്ലായ്മ അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിളാണത്. അതായത് ഇത്രയും കോടി കണക്കിന് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഈ വായുവിൽ ഇങ്ങനെ പറക്കുകയും അതിൻ്റെതായ പാദത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. അത് നമ്മൾ ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഗാം ആവിശ്യച്ച് ഭൂതാനി ധാരയാം അഹമോജസ. ഗാം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളൊക്കെ അതിൻ്റെതായ പാതയിൽ വായുവിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ശക്തി കൊണ്ടാണ്. അഹമോജസ, എൻ്റെ ഊർജം കൊണ്ടാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മുടെ കൂട്ട് ആയതുകൊണ്ട്, 2 കൈയും 2 കാലും കണ്ണും ഒക്കെ നമ്മളുടെ കൂട്ട് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. നമ്മളുടെ കൂട്ട് തന്നെ നമ്മൾ ഭഗവാനെ അളക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ മറന്നുപോകും ഭഗവാൻ അനന്തമാണ്, നമ്മൾ ചെറിയ അംശമാണ്. പക്ഷെ മൂഢന്മാർ ഭഗവാനെ തെറ്റിദ്ധരിക്കും. അത് ഭഗവാൻ 9-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവജാനന്തി മാം മൂഢ മാനുഷിം തനും ആശ്രിതം. അതായത് മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോൾ മൂഢന്മാർ എന്നെ നിന്ദിക്കുന്നു. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. സോ ലെറ്റ് us not try to imitate God. നമുക്ക് ഭഗവാനെ അനുകരിക്കാൻ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ കാര്യം ചർച്ച ചെയ്യാം. എങ്ങനെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഇത്രയും 16,108 ഭാര്യമാരുണ്ടാകാനുള്ള കാരണം, ഇത്രയും ഗോപികമാരുണ്ടാകാനുള്ള കാരണം, അത് ശാസ്ത്രപരമായിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം നൽകാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.